പറഞ്ഞു നിർത്തുകയാണ്. പെങ്ങളെ, സഹോദരീ, ഉമ്മമാരെ, റസൂലുള്ളാഹിനെ സ്നേഹിച്ചിട്ട് ഹബീബായ നബി തങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഉമ്മമാരുടെ മാതൃക ഏറ്റെടുക്കണം. ഹബീബിന് പൊരുത്തപ്പെട്ട ജീവിത വഴിയിൽ മുന്നോട്ട് പോകണം. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളെയും നേരിന്റെ വഴിയിൽ നയിച്ചു കൊണ്ടുവന്ന നേതാവ്, ആ നേതാവിനെ സ്നേഹിക്കണമെന്ന ഒന്നാമത്തെ പ്രമേയത്തോടെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SSF. നിങ്ങളുടെ മകനെ ഒരു SSFകാരനാക്കണം. നിങ്ങളുടെ മകനെ ഒരു SSFകാരനാക്കണം. അടുത്ത പഞ്ചായത്തിൽ വിജയിക്കാനല്ല, അസംബ്ലിയിൽ മത്സരിക്കാനല്ല, പാർലമെന്റിൽ മത്സരിക്കാനല്ല, റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന ഹൃദയമുള്ളവനായി മാറാൻ. കാരണം എന്താ? റദഅതു അബ്നാഇ ഹവാ അല അഹ്മദി. SSFന്റെ നേതാക്കളായ താജുൽ ഉലമ തങ്ങളും ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ ഉസ്താദ് അവറുകളും അവരുടെ തണലിലാണ് മുഴുവൻ SSFകാർ ചലിക്കുന്നത്. അവരീ മക്കൾക്ക് നൽകിയ നിപ്പിൾ അത് മറ്റൊന്നിൻ്റെതുമല്ല. അവരീ മക്കൾക്ക് നുകർന്നു കൊടുക്കുന്ന മധു റസൂലുള്ളാഹിനെ പ്രേമിക്കാനാണ്. ഉമ്മമാരെ, നിങ്ങളുടെ പൊന്നുമോനെ ഒരു SSFകാരനാക്കണം. അവൻ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവനാകാൻ. അവൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നവനാകട്ടെ, എഞ്ചിനീയറിംഗിന് പഠിക്കുന്നവനാകട്ടെ, ബിസിനസ് സ്റ്റഡീസിന് പഠിക്കുന്നവനാകട്ടെ, എന്തിനു വേണ്ടി പഠിച്ചാലും അവനെ നീ പാകപ്പെടുത്തണം. മോനെ, നീ SSFകാരനാകണം. എന്തിനാണ്? ഒരു SSFകാരന്റെ ഉമ്മ മരിച്ചു എന്നൊരു മെസ്സേജ് വന്ന ലക്ഷക്കണക്കിന് നിഷ്കളങ്കരായ മനസ്സുകൾ ആ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. SSFകാരന്റെ വാപ്പ മരിച്ചു എന്ന് മെസ്സേജ് വന്ന അറബ് രാജ്യങ്ങളിൽ മുഴുവനും SSFന്റെ പ്രവാസി ഘടകമായ റിസാല സ്റ്റഡി സർക്കിൾ ഉണ്ട്. അവര് നോക്കുന്നത് എന്റെ ബന്ധുവാണോ എന്നല്ല, എന്റെ ബന്ധത്തിൽപ്പെട്ട ആളാണോ എന്നല്ല. ഒരു SSFകാരന്റെ ഉമ്മ, ഒരു SSFകാരന്റെ വാപ്പ, ഒരു SSFകാരൻ എന്ന് പറയുമ്പോ ഏറ്റെടുക്കാൻ ഈമാനുള്ള ലക്ഷക്കണക്കിന് പ്രവർത്തകരുണ്ട്. അവര് പ്രവാസ ലോകത്ത് നിന്ന് മക്കയിലും മദീനയിലും അതുപോലെ ലോകരാഷ്ട്രങ്ങളിൽ മുഴുവനും അവര് വെള്ളിയാഴ്ച ഒത്തുകൂടിയിട്ട് ജുമ കഴിഞ്ഞാൽ തൊട്ടടുത്ത് കിട്ടുന്ന പള്ളിയിൽ അവര് വന്നിട്ട് പറയും, നമ്മുടെ കൊടുവള്ളിയിലുള്ള, ഓമശ്ശേരിയിലുള്ള, മുക്കത്തുള്ള, അരീക്കോടുള്ള, കണ്ണാടിപ്പറമ്പിലുള്ള, അങ്ങനെ ഏതെങ്കിലും സ്ഥലമാകട്ടെ, അവിടെയുള്ള SSFകാരന്റെ ഉമ്മ മരിച്ചുപോയി, പേരിതാണ്, നിസ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിസ്കരിക്കാൻ ജനലക്ഷങ്ങളെ കിട്ടാൻ ഈ പ്രാസ്ഥാനിക കുടുംബത്തിലേക്ക് വരണം. അതിന്റെ ജ്യേഷ്ഠന്മാരാണ് SYSകാർ. ഇതതിനും ബാധകമാണ്. പക്ഷേ കടന്നു വരാനുള്ള വഴിയാണ് SSF. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, രക്ഷിതാക്കളെ, മക്കളെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാക്കി വളർത്തിയിട്ട് റസൂലുള്ളാഹിനെ ഇഷ്ടം വെക്കുന്നവരാക്കണം. എനിക്കറിയുന്ന ഒരുപാട് SSFകാരുണ്ട്. അവരുടെ വിരലിൽ തസ്ബീഹ് ചൊല്ലാനുള്ള ആ കൗണ്ടർ കിടക്കുന്നുണ്ട്. ദിവസേന ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയിട്ട് റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന കോളേജ് കുമാരന്മാർ SSFനുണ്ട്. റസൂലുള്ളാഹിന്റെ ജന്മമാസമാകുന്ന റബീഉൽ അവ്വൽ വരുമ്പോ മങ്കൂസ് മൗലിദ് കൊണ്ടുപോയി കോളേജ് ക്യാമ്പസിൽ കിട്ടുന്ന സ്ഥലത്തിരുന്ന് കൂട്ടുകാരെ കൂടി ഓതുന്നത് SSFകാരാണ്. ഉമ്മമാരെ, അത് കഴിഞ്ഞവര് ദുആരക്കുമ്പോ നിങ്ങളുടെ മകൻ ഏത് ക്യാമ്പസിൽ പഠിക്കുന്ന മോനാണെങ്കിലും ഒരു SSFകാരനാണെങ്കിൽ റബീഉൽ അവ്വൽ മാസമാകുമ്പോ എത്തി ദുആരക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി. അവൻ പോകുന്ന മജ്ലിസിലെല്ലാം വലിയ തങ്ങന്മാരുണ്ട്, ഉസ്താദുമാരുണ്ട്. അവര് ദുആ ചെയ്യും, പടച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അപ്പൊ നിങ്ങളുടെ മകൻ ആമീൻ പറയുന്നുണ്ട്. അത് രാഷ്ട്രീയത്തിന്റെ വേദിയിൽ കിട്ടൂല, അത് ക്ലബ്ബുകളിൽ കിട്ടൂല, താൽക്കാലിക സംഘടനകളിൽ കിട്ടൂല. അതുകൊണ്ട് 4 പതിറ്റാണ്ടോളമായി കേരളത്തിന്റെ മണ്ണിൽ നല്ലതിനു വേണ്ടി ശബ്ദമുയർത്തി ഉസ്താദുമാരുടെ കാൽപെരുമാറ്റങ്ങളും തങ്ങന്മാരുടെ വിരലനക്കങ്ങളും അനുസരിച്ചുകൊണ്ട് ചലിക്കുന്ന SSF എന്ന മഹാപ്രസ്ഥാനത്തിന്റെ അംഗങ്ങളായി നമ്മുടെ മക്കൾ ആകണമെന്ന നിഷ്ഠ വേണം. അത്
ഈ കാലഘട്ടത്തിലെ തർബിയത്തിന്റെ ഏറ്റവും നല്ല വഴിയാണ്. വടകര മമ്മദാജി തങ്ങൾ പറഞ്ഞു, SSFന്റെ മക്കള് അർശിന്റെ തണലിന്റെ കീഴിലാണ്. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. നമുക്ക് ദുആ ചെയ്യാം. അതിനു മുമ്പ് ഒരു 10 തഹ്ലീൽ ചൊല്ലണം. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി അല്ലാഹു അവരുടെ ഖബറിടങ്ങൾ പ്രകാശിപ്പിക്കട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന മഹദിയെക്കുറിച്ച് മലയാളത്തിലിറങ്ങിയ ഏറ്റവും നല്ല പുസ്തകം ഡോക്ടർ മുഹമ്മദ് അബ്ദുയമാനി എഴുതിയ പുസ്തകത്തിന്റെ മലയാള വിവർത്തനം സാധുവായ ഞാൻ തന്നെയാണ് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയത്. അതിന്റെ കുറഞ്ഞ കോപ്പികൾ ഇവിടെയുണ്ട്. എല്ലാ ഉമ്മമാരും ഓരോ കോപ്പി വാങ്ങാൻ ശ്രമിക്കണം. ഫാത്തിമ ബീവിയുടെ ജീവിതത്തിന്റെ വളരെ ആധികാരികമായ അവതരണമാണ്. അല്ലാഹു മഹദിയുടെ കൂടെ നമ്മെ നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ.